കൂത്താട്ടുകുളം നഗരസഭയിൽ 25-ാം ഡിവിഷനിൽ നിന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന തോമസ് ജോണിന് അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. കൂത്താട്ടുകുളം നഗരസഭയിൽ 25-ാം ഡിവിഷനിൽ കൈ അടയാളത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. 2015 കാലഘട്ടത്തിൽ ഫുൾ ടൈം ഞാൻ അവിടെ കൗൺസിലറായിരുന്നു. അന്ന് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ചെയ്ത ഒരു വാർഡ് തന്നെയാണത്. ഒരു കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അതിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അത് പൂർത്തിയാക്കാൻ പിന്നീട് വന്ന സംവിധാനത്തിന് കഴിയാതെ പോയി. ഒരു 3 സെൻറ്റ് സ്ഥലം അംഗൻവാടിക്ക് വേണ്ടിയിട്ട് വാങ്ങി മുനിസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. 2-3 റോഡുകളുണ്ട്. അതുപോലെ അവിടെ ആവശ്യമായ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ പ്രദേശത്തുള്ള സാധാരണ ആൾക്കാർ എന്താവശ്യങ്ങൾക്കും ചെറിയ ചെറിയ ആവശ്യങ്ങൾ അവർ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാനും അത് നിറവേറ്റാനും നമ്മളെ കഴിയുന്ന പോലെ നിറവേറ്റാനും നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ ഒരു അംഗമായി നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് അവരുടെ ഒരു ഫോൺ കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യാനും അതിന് പ്രതികരിക്കാനും നമുക്ക് കഴിയണം. അവരുടേതായ ഒരു അംഗമായി തീരാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ വരുമ്പോൾ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട്, വില്ലേജുമായിട്ട് ബന്ധപ്പെട്ട്, ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അവർക്ക് വലിയ വിമാനത്താവളമോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളോ ഒന്നും വേണ്ട. പക്ഷേ അവരെ സംബന്ധിച്ച് വെള്ളത്തിനും വഴിക്കും വെളിച്ചത്തിനും വേണ്ട ആവശ്യമായ സംവിധാനങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ കൈ അടയാളത്തിൽ മത്സരിക്കുകയാണ്. UDFിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. എന്നെ വിജയിപ്പിച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് നിറവേറ്റാനായിട്ട് അവരുടെ സഹകരണത്തോടു കൂടി ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് നിറവേറ്റുവാൻ എനിക്ക് സാധിക്കും. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.